السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, റമളാൻ മാസം അള്ളാഹു വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കാൻ തുടങ്ങിയ മാസമാണ്. അതാണ് ശഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസത്തിലാണ് ഖുർആനിന്റെ അവതരണം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ റമളാൻ മാസത്തിൽ പ്രത്യേകമായി നോമ്പ് എടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചു. കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും. സിയാം അഥവാ നോമ്പ്, വ്രതം എന്ന് പറയുന്നത് പൂർവികരായ ആളുകൾക്കും അള്ളാഹു നിയമമാക്കിയത് തന്നെയാണ്. അതുപോലെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്, നമുക്കും അത് നിയമമാക്കിയിട്ടുണ്ട്. അത് റമളാൻ മാസത്തിലാണ് അള്ളാഹു നമുക്ക് വെച്ചത്. അതുകൊണ്ട് തന്നെ റമളാൻ മാസം എന്ന് പറയുന്നത് ഖുർആൻ അത് കൂടുതൽ പാരായണം ചെയ്യാൻ, അത് കൂടുതലായിട്ട് പഠിക്കാൻ, ആ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് രാത്രിയിൽ ദീർഘമായി നമസ്കരിക്കാൻ ഒക്കെ തന്നെയാണ് നമ്മൾ സമയം കാണേണ്ടത്. അത്തരം കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതും നിങ്ങളുടെ ശ്രദ്ധയിലുള്ളതുമാണ്. അപ്പൊ അതേ കാര്യത്തിന്റെ ഒരു ഭാഗം എന്ന നിലക്ക് ഖുർആൻ ചെറുതായിട്ട്, നമുക്ക് നമ്മുടേതായ ലിമിറ്റുകളുണ്ട്, ആ ലിമിറ്റിൽ ഒതുങ്ങി നിന്ന് ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അത് പാരായണം ചെയ്യുക, അതിന്റെ ലഫ്ളുകൾ പരിചയപ്പെടുക, അതിന്റെ മഅനയും അതിന്റെ തഫ്സീറും ആ കാര്യങ്ങൾ നമ്മൾ മുദാക്കറ നടത്തുക. അതുപോലെ തന്നെ അത് മനഃപ്പാടമായിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് മനഃപ്പാടമാക്കാൻ ഇപ്പോൾ വളരെ സൗകര്യമുണ്ട്. ആ സമയത്ത് അത് മനഃപ്പാടമാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിലെല്ലാം ഉപരിയായി ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ആ സന്ദേശം അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം. അപ്പോ അതിന് സഹായകമാകുന്ന രൂപത്തിൽ എനിക്കും ഇത് നിങ്ങളെ മുമ്പാകെ ചില ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് ഹനീഫോ അല്ലെങ്കിൽ അതുപോലെ സൗകര്യപ്പെടുന്ന ആരെങ്കിലും ചില ദിവസങ്ങളിൽ ഈ സമയത്ത് ഇതുപോലെ തുടരും. എനിക്ക് സൗകര്യപ്പെടുന്ന ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് ഞാനും ഉണ്ടാവും. അപ്പോ അതില് ഉദ്ദേശിക്കുന്ന കാര്യം, ഖുർആൻ നമ്മുടെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ
മുദാക്കറ നടത്തുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടി ഞാൻ തൽക്കാലം തിരഞ്ഞെടുത്തിട്ടുള്ളത് സൂറത്തുൽ കഹ്ഫാണ്. അപ്പൊ സൂറത്തുൽ കഹ്ഫ് തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് കരുതും റമദാൻ മാസം കൊണ്ട് സൂറത്തുൽ കഹ്ഫ് ഞാൻ പൂർത്തിയാക്കി തരുമെന്ന്. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ റമദാൻ മാസത്തിലെ ഏതാനും ദിവസങ്ങളിൽ കുറച്ച് സമയം വെച്ചുകൊണ്ട് സൂറത്തുൽ കഹ്ഫ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ സാധിക്കും. അതിന് സമയം മതിയാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ സാധാരണ മുമ്പേ പറയാറുള്ളൊരു സംഗതിയാണ്, ഷെയ്ഖ് അൽബാനിയിലേക്ക് ചേർത്ത് പറയാറുണ്ട്. പക്ഷെ അതിന്റെ മസ്തർ എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെതായിട്ട് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, നമ്മള് ഈ വഴിയിൽ പോവുക, അള്ളാന്റെ വഴി, അള്ളാഹുവിലേക്കുള്ള വഴി അത് ദീർഘാണ്. ആ വഴിയിൽ നമ്മളിങ്ങനെ നമ്മുടെ സ്വാഭാവികമായ വേഗതയിൽ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ലക്ഷ്യം വഴി തീരലല്ല, ആ വഴി നടന്നു തീർക്കാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ ലക്ഷ്യം അന്നമൂത്ത അലൈഹ, ആ വഴിയിലായിരിക്കണം, അള്ളാഹുവിലേക്കുള്ള വഴിയിലായിരിക്കണം നമ്മൾ മരിക്കുമ്പോൾ. നമ്മുടെ മരണം ആ വഴിയിൽ നിന്ന് തെറ്റി പിശാചിന്റെ വഴിയിൽ ഏതിലേക്കെങ്കിലും കയറിക്കൊണ്ടാവരുത്, ഇതേ നമുക്ക് ലക്ഷ്യമുള്ളൂ എന്ന് പറയുന്നത് പോലെ റമളാനിൽ കുറച്ച് നമുക്ക് കഴിയുന്ന അത്ര കുറച്ച് ആയത്തുകൾ പരിചയപ്പെടുന്നു. അതിലെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ആ ഓരോ സൂക്തത്തിന്റെയും മഅന നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഫസ്സിരീങ്ങളായ ആളുകൾ അവർ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനം അതെന്താണ് എന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നു. മുഫസ്സിരീങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ വിചാരിക്കുക മുഫസ്സിരീങ്ങൾ ആദ്യം തന്നെ വരും റാസി, ബൈളാവി, പിന്നെ ദമഖ്ശരി, സ്വാവി, പിന്നെ ഇബ്നു കസീർ, ഇങ്ങനെ കൂട്ടിക്കലർത്തിയിട്ട് കുറച്ച് മുഫസ്സിരീങ്ങളെ പേരാണ് നമ്മുടെ ഓർമ്മയിൽ വരിക. അത് ആ ഒരു പിന്നെ ഇത് നമ്മുടെ ഒരു അടുക്കൽ പറ്റിയിട്ടുള്ള ഒരു തെറ്റാണ്. ഇപ്പൊ ഞാൻ ആദ്യം അതിൽ എണ്ണിയിട്ടുള്ള ആളുകളൊന്നും യഥാർത്ഥത്തിൽ എന്തല്ല, വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ റസൂലുള്ളാഹിന്റെ മുറാദ് അനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന രീതി അനുസരിച്ചൊന്നും അല്ല. അവര് ചില പ്രത്യേകമായ ഫിർഖകളുമായി ബന്ധമുള്ളവരും ആ ഫിർഖ, ആ കക്ഷിയുടെ പ്രത്യേകമായ മക്കാലകളുണ്ട്, അവരുടെ വാദമുഖങ്ങളുണ്ട്. ആ വാദമുഖങ്ങൾക്കനുസരിച്ചായി സംസാരിച്ചു പോയവരുമാണ്. ഖുർആനെ വ്യാഖ്യാനിക്കേണ്ടത് ആദ്യം അള്ളാഹ് തന്നെയാണ് വ്യാഖ്യാനിച്ചു തരിക. സുമ്മ ഇന്ന അലൈന ബയാനഹു, ഖുർആൻ അവതരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിനോട് അള്ളാഹ് പറഞ്ഞ കാര്യമാണ്. അത് മനഃപ്പാടമാക്കാനോ മനസ്സിൽ സ്വരൂപിക്കാനോ അല്ലെ ഒന്നിനും വേണ്ടി താങ്കളുടെ നാവ് ധൃതിപ്പെട്ടുകൊണ്ട് ചലിപ്പിക്കേണ്ടതില്ല. അത് വഹിയിലൂടെ താങ്കൾക്ക് ഓതി കേൾപ്പിച്ചു തരുമ്പോൾ താങ്കൾ അത് പിന്തുടർന്നാൽ മാത്രം മതി. താങ്കളുടെ മനസ്സിൽ നാം അത് സ്വരൂപിച്ചു തരും. അത് നമ്മുടെ പണിയാണ്. സുമ്മ ഇന്ന അലൈന ബയാനഹു, ശേഷം ഓരോ സൂക്തത്തിന്റെയും ശരിയായ ബയാൻ, അതിന്റെ ശരിയായ വിശദീകരണം, അതിന്റെ വ്യാഖ്യാനം, അതിന്റെ വിവക്ഷ, അത് തന്നെ അറിയിച്ചു തരലും നമ്മുടെ പണിയാണ്. അത് അള്ളാഹ് തന്നെയാണ് നമുക്ക് അതിന്റെ വ്യാഖ്യാനം തരുന്നത്. അതാണ് ഈ വിക്റിൻ റസൂലുള്ളാഹിക്ക് ഇറക്കി കൊടുത്തത് ജനങ്ങൾക്ക് അതിന്റെ മൂലവാക്യങ്ങൾക്ക് പുറമെ അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ വ്യാഖ്യാനം എന്താണ്, അത് ജീവിതത്തിൽ നടപ്പിലാക്കേണ്ട രീതി എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള ബയാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സഹാബത്തിന് കാണിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് നബിക്ക് ഖുർആൻ ഇറക്കി കൊടുത്തത്. അതുകൊണ്ട് തന്നെ അള്ളാഹ് നൽകിയ വ്യാഖ്യാനം റസൂലുള്ളാഹ് നമുക്ക് അത് വിശദീകരിച്ചു തരുന്നു, നമുക്ക് എത്തിച്ചു തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ആദ്യമായി കേൾക്കുന്നത് അത് സ്വഹാബത്താണ്.
അവരാണ് വഹയിന്റെ സാക്ഷികൾ. ഈ മൂലവാക്യങ്ങൾ, ഖുർആനിലുള്ള മൂലവാക്യങ്ങൾ അഥവാ നുസൂസുകൾ അള്ളാഹ് ഇറക്കി റസൂലുള്ളാഹിക്ക് കിട്ടി, റസൂലുള്ള അത് കൈമാറി ആ വഹി ഇറങ്ങുന്നത് കണ്ടു നിന്ന ആളുകൾ, സഹാബികൾ, അവരത് കേട്ടു. ആ ആയത്ത് വായിക്കുമ്പോൾ സ്വാഭാവികമായും ഹൃദയം പുണ്യം കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഈ സഹാബിമാര്, ഏറ്റവും അവഗാഹമുണ്ടായിരുന്ന സഹാബിമാര്, ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള മനുഷ്യരാശിയിൽ അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള നല്ലവരായിട്ടുള്ള മനുഷ്യര്, റസൂലുള്ളാഹിന്റെ സഹവാസത്തിന് വേണ്ടി അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ടുള്ള ആ കൗമ്, ആ ജനവിഭാഗം, അവരായത്ത് കേൾക്കുന്നു, അതിൽ നിന്ന് കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നു. റസൂലുള്ള അവർക്കത് വിശദീകരിച്ചു കൊടുക്കുന്നു. വല്ല കാര്യത്തിനും സംശയം ഉണ്ടെങ്കിൽ അവർ റസൂലുള്ളാഹിനോട് ചോദിക്കും, റസൂലുള്ള പറഞ്ഞു കൊടുക്കും. ഇനി അവർക്ക് സംശയമല്ല, അവരൊരു കാര്യം മനസ്സിലാക്കി എന്തെങ്കിലും അതിൽ അബദ്ധം പറ്റിയാലോ, അബദ്ധമായിട്ട് അവർ മുന്നോട്ട് പോകൂല. അള്ളാഹിന്റെയും റസൂലിന്റെയും മേൽനോട്ടത്തിലാണ് അവർ ഖുർആൻ വായിക്കുന്നത്, അവരതിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത്, അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുന്നത്. ഉടനെ തന്നെ വഹി ഇടപെട്ടുകൊണ്ട്, അള്ളാഹ് ഇടപെട്ടിട്ട് റസൂലുള്ളാഹിനെ കൊണ്ട് അത് തിരുത്തിക്കും. അതുകൊണ്ട് മുഫസ്സിരീങ്ങൾ എന്ന് പറഞ്ഞ സഹാബത്തിൽ നിന്ന് റസൂല് കൊടുത്തു, ആ സഹാബത്തിൽപ്പെട്ട മുഫസ്സിരീങ്ങളുണ്ട്. പിന്നെ സഹാബത്തിൽ നിന്നത് കിട്ടിപ്പോന്നിട്ടുള്ള താബിഈങ്ങളിൽ പെട്ടിട്ടുള്ള മുഫസ്സിരീങ്ങളുണ്ട്. അവരിൽ നിന്ന് അത് ഏറ്റുവാങ്ങിയ താബിഈങ്ങളിൽ തബഉൽ അത്ബാഇലുള്ള മുഫസ്സിരീങ്ങളുണ്ട്. ഈ ഖൗലുകൾക്കാണ് വില. പിൽക്കാലത്ത് വന്നിട്ടുള്ള പിന്നെ തഫ്സീർ ക്രോഡീകരിച്ചു എന്ന് പറയുന്ന തഫ്സീറിന്റെ ക്രോഡീകരിച്ചിട്ടുള്ള ഗ്രന്ഥകാരന്മാര്, അതിൽ ചില ആളുകൾ കൂട്ടിക്കലർത്തി ഫിറഖുകളുടെ, ഇസ്ലാമിന്റെ മുഖ്യധാരയിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള കക്ഷികളുണ്ട്. ആ കക്ഷികളുടെ മക്കൂലകൾ, ആ കക്ഷികളുടെ മക്കാലകൾ, ആ കക്ഷികളുടെ വാദമുഖങ്ങൾ, അതിനെ ന്യായീകരിക്കത്തക്ക രൂപത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ അതിലേക്ക് ചേർത്തവരുണ്ട്. അവരെഴുതി വെച്ചതൊന്നുമല്ല തഫ്സീർ. അത് വേറൊന്നായിട്ട് തന്നെ നമ്മൾ കാണണം. അത് വേറെ തന്നെ ഖുർആൻ തഫ്സീർ ചെയ്യുന്നിടത്ത് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്താണ് അതിനെ സംബന്ധിച്ച് ഖുർആൻ യുഫസ്സിറു ബഅ്ദുഹു ബഅ്ദ, ഖുർആനിന്റെ ഈ ഭാഗത്തെ മറ്റൊരു ഭാഗം എങ്ങനെ വ്യാഖ്യാനിച്ചു? റസൂലുള്ള ഈ ആയത്തിന് എന്ത് വ്യാഖ്യാനം കൊടുത്തു? റസൂലുള്ളയിൽ നിന്ന് സഹാബത്ത് അതിനെക്കുറിച്ച് കേട്ടിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? സഹാബത്തിലുള്ള മുഫസ്സിരീങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത്? അവരിൽ നിന്ന് അത് കേട്ടിട്ടുള്ള താബിഈങ്ങളിൽപ്പെട്ട മുഫസ്സിരീങ്ങൾ എന്താണ് പറഞ്ഞത്? അവരിൽ നിന്ന് അത് കേട്ടിട്ടുള്ള തബഉൽ അത്ബാഇൽ ഉണ്ടായിരുന്ന മൂന്നാം തലമുറയിൽ ഉണ്ടായിരുന്ന മുഫസ്സിരീങ്ങൾ എന്താണ് പറഞ്ഞത്? ഇങ്ങനെ അത് സനദ് പ്രകാരം ഉദ്ധരിച്ചു വന്നിട്ടുള്ള ആ ഖൗലിനാണ് വില. അതല്ലാതെ ഖുർആൻ അതിനെ കാലികമായി സമീപിക്കണം, അതിന് പുനർവായന നടത്തണം എന്നൊക്കെ പറയുന്ന പരിഷ്കരണവാദികളുണ്ട്. അങ്ങനെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഖുർആൻ എന്റെ ഹവക്കനുസരിച്ചിട്ട് വ്യാഖ്യാനിക്കണം എന്നാണ്. അള്ളാന്റെ ഉദ്ദേശം അവിടെ നിൽക്കട്ടെ, റസൂലുള്ളാന്റെ ഉദ്ദേശം അവിടെ നിൽക്കട്ടെ, തന്നിഷ്ടനുസരിച്ച് വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞ ആൾക്കാർ അവരുടെ പിന്നാലെ പോയാൽ അയ്യു അർളിൻ തഹ്മിലുനി വ അയ്യു സമാഇൻ തുഖില്ലുനി, ഏതൊരു ഭൂമിയാണ് എന്നെ താങ്ങാനുണ്ടാവുക, ഏതൊരു ആകാശമാണ് എനിക്ക് നിഴൽ വിരിക്കാനുണ്ടാകുക? ഖുർആനിൽ എന്റേതായ ഒരു അഭിപ്രായം ഞാൻ അതനുസരിച്ച് കൊണ്ടൊരു ആയത്തിനെ, ഒരു സൂക്തത്തെ ഞാൻ വ്യാഖ്യാനിച്ചാൽ, ഇദാ ഖുൽതു ഫിൽ ഖുർആനി ബിറഅയി, ഖുർആന്റെ കാര്യത്തിൽ ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിൽ ഞാൻ എന്റെ യുക്തി, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞാൽ പിന്നെ എന്റെ കാലിന്റെ ചോട്ടിൽ മണ്ണുണ്ടാവില്ല, എന്റെ തലക്കും മീതെ ആകാശം ഉണ്ടാവില്ല, ഞാൻ പോയി വീണത് എവിടെ എന്ന് തെരഞ്ഞാൽ കാണില്ല. ഇതാണ് മഹാന്മാരായ സ്വഹാബിമാർ വരെ പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടതാണ്. ഇപ്പോ നമ്മുടെ മുന്നിലുള്ള കാര്യം സൂറത്തുൽ കഹ്ഫിലുള്ള ആയത്തുകളെ സാമാന്യമായിട്ട് ഒന്നിങ്ങനെ മനസ്സിലാക്കി പോകാനുള്ള ശ്രമമാണ്. അതില് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖുർആൻ നമ്മൾ ഏത് ഭാഗത്ത് നിന്ന് പാരായണം ചെയ്യുമ്പോഴും അതിന്റെ പാരായണ നിയമത്തിൽപ്പെട്ടതാണ്. പാരായണ നിയമമാണ് കേട്ടോ ഞാൻ പറയുന്നത്, പാരായണമൊന്നും അല്ലാതെ, തിലാവത്തുൽ ഖുർആൻ എന്നതല്ലാതെ. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു ഖത്തീബ് മിമ്പറിൽ വെച്ച് വെള്ളിയാഴ്ച ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരായത്ത് അയാള് ഇസ്തിശ്ഹാദ് നടത്തി,
ആയത്തിനെ തെളിവിന് വേണ്ടിയിട്ട് പറയാം. അതുപോലെ ഇസത്ത് തിലാവ, അത് തിലാവത്തല്ല. അതുകൊണ്ട് തന്നെ തിലാവത്തിന്റെ ആ ഈണത്തിലല്ല അവിടെ വായിക്കുന്നത്. ചില ഖത്തീബുമാരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അവിടെ ഇതുവരെ പറഞ്ഞു വന്ന ഭാഷ മാറ്റിയിട്ട് വേറെ അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുന്ന രൂപത്തിലേക്ക് അങ്ങ് പാരായണം ചെയ്യാൻ പോകും. അതിന്റെ ആവശ്യമല്ല, കാരണം അത് തിലാവത്തല്ല ഉദ്ദേശിക്കുന്നത്. അതേമാതിരി വേറെ പല സന്ദർഭങ്ങളിലും തിലാവത്തല്ലാതെ പലതും വരാറുണ്ട്. തിലാവത്താണെങ്കിൽ, ഖിറാഅത്താണെങ്കിൽ, തിലാവത്ത് നമ്മൾ നടത്തുകയാണെങ്കിൽ, പാരായണം നടത്തുകയാണെങ്കിൽ നിർബന്ധമായും ആദ്യം നമ്മൾ ഇസ്തിആദത്ത് ചൊല്ലണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫസിഹി. ഇസ്തിആദത്തിന് വേറെയും രൂപങ്ങളുണ്ട്. റജീമായ, അള്ളാഹു അകറ്റി നിർത്തിയ, അവന്റെ എല്ലാ നിഅമത്തിൽ നിന്നും അവന്റെ എല്ലാ വിധത്തിലുള്ള റഹ്മത്തിൽ നിന്നും ആട്ടി അകറ്റി പുറത്താക്കി മാറ്റി നിർത്തിയിട്ടുള്ള പിശാചിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു, അള്ളാഹിനോട് കാവൽ ചോദിക്കുന്നു. അവൻ നമുക്ക് ചിലപ്പോൾ ഒരു തരം ഭ്രാന്ത് ഉണ്ടാക്കും. പിശാച് നമ്മളെ തലയിൽ കയറിയാൽ നമ്മുടെ ബുദ്ധി പോകും. ബുദ്ധി പോയിട്ട് നമ്മൾ ഭ്രാന്തായ ഒരവസ്ഥ വരും. അതാണ് ഹംസ്. ചിലപ്പോ നഫ്ഹ് വരും. നമ്മളിങ്ങോട്ട് അഹങ്കാരം കൊണ്ട് നമ്മളിങ്ങോട്ട് വീർത്ത് എന്തോ ഒരു വലിയ സാധനമാണ് ഞാൻ എന്ന് നമുക്ക് തോന്നിപ്പോകും. പിശാച് അങ്ങനെ നമ്മളങ്ങോട്ട് വലുതാക്കി അഹങ്കാരിയാക്കി തീർക്കും. അതുപോലെ തന്നെ പിശാചിനുണ്ട് ഒരു ഈണം. അവന്റെ അത്തരത്തിലുള്ള ആ പൈശാചികമായ രാഗം, ഇതിൽ നിന്നൊക്കെ ഞാൻ അല്ലാഹുവോട് കാവൽ ചോദിക്കുന്നു. മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫസിഹി. അതാണ് വഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതുകൊണ്ട് നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ, അപ്പൊ നമസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയിലാണ് നമ്മൾ തുടങ്ങുന്നത്. അതുകൊണ്ട് ഫാത്തിഹ തുടങ്ങുമ്പോൾ ഇസ്തിആദത്ത് നിർബന്ധമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫസിഹി. പിന്നെ അതിന് ശേഷം സൂറത്തിന്റെ തുടക്കത്തില് സൂറത്തു തൗബ അല്ലാത്ത മറ്റ് 113 സൂറത്തുകളിലും തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് ആ സൂറത്ത്, ഏതൊരു സൂറത്ത് തുടങ്ങുകയാണെങ്കിലും, തൗബ അല്ലാത്ത ഏതൊരു സൂറത്ത് തുടങ്ങിയാലും ബിസ്മി ചൊല്ലണം. അല്ലെങ്കിൽ സൂറത്തിന്റെ തുടക്കമല്ല, മധ്യത്തിൽ നിന്ന് എവിടുന്നെങ്കിലും ആണെങ്കിൽ ബിസ്മില്ലതാണ്. ഇത് എത്ര തവണ പറഞ്ഞാലും ഇനിയും പാരായണം ചെയ്യുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് കഴിഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതിയിട്ടായിരിക്കും എവിടുന്ന് തുടങ്ങുക, സൂറത്തിന്റെ മധ്യത്തിൽ നിന്ന് തുടങ്ങുക. അത് വേണ്ടതില്ല. നിസ്കാരത്തില് ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞിട്ട് വേറെ സൂറത്ത് തുടങ്ങുകയാണെങ്കിൽ സൂറത്തിന്റെ തുടക്കമാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ടാവും. അല്ല, അതിന്റെ തുടക്കത്തിൽ നിന്നല്ല, മധ്യത്തിൽ നിന്ന് എവിടുന്നെങ്കിലും ആണെങ്കിൽ അവിടെ ബിസ്മിന്റെ ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇസ്തിആദത്തിന്റെ ആവശ്യമില്ല. കാരണം അത് സൂറത്തുൽ ഫാത്തിഹ ചൊല്ലിയപ്പോ തുടങ്ങി അതിന്റെ തുടർച്ചയായിട്ട് വരികയാണ്. അപ്പൊ നമ്മള് ഇവിടെ ഇപ്പൊ സൂറത്തുൽ കഹ്ഫ് ഓതുകയാണെങ്കിൽ ആദ്യം അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫസിഹി. അത് ഒരു ദുആ മാത്രമാണ്, അത് പാരായണമല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ ഈണത്തിലല്ല ഇസ്തിആദത്ത് ചൊല്ലേണ്ടത്. അതും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവട്ടെ. ഇപ്പോ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ, ഇത് ഓതുന്നത്, ഖുർആൻ ഓതുന്നതിനുള്ള ഒരു ഈണമുണ്ട്. അങ്ങനെ ഒരു ഈണത്തിൽ ചൊല്ലേണ്ട ഒരു സംഗതിയല്ല അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫസിഹി എന്ന് പറയുന്നത്. അത് ഒരു ദുആ മാത്രമാണ്. അതുകൊണ്ട് ദുആയിൽ ഈണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് സാധാരണ നമ്മളൊരു ദുആ ചൊല്ലുകയാണ്, അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ, ഇതൊക്കെ നമ്മൾ ദുആ ചെയ്യുന്നത് പോലെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫസിഹി, അല്ലാണ്ട് ഈണം അതിന് ആവശ്യമില്ല. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്തിആദത്തും ബസ്മലത്തും ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ആവശ്യമില്ലാത്തത് കൊണ്ടല്ല. ഇതിൽ പല ആളുകളും അത് കേട്ടിട്ടേ ഉണ്ടാവില്ല, കേട്ടവരെ മനസ്സിലും ഉണ്ടാവില്ല. എനിക്കും അത് പറയുമ്പോൾ അത് വിശദീകരിക്കുമ്പോൾ ഒരു വലിയ മനസ്സിനൊരു കുളിർമ കിട്ടുന്നൊക്കെയാണ്. പക്ഷെ എന്നിരുന്നാലും അതിൽ നിന്ന് തൽക്കാലം ഞാൻ
ബസ്മല ഞാൻ വിശദീകരിക്കുന്നില്ലാത്തത് എന്തിനാന്ന് ചോദിച്ചാൽ സൂറത്ത് അൽ കഹ്ഫിലെ ഒരു 2 ആയത്തെങ്കിലും കൂടുതൽ അപ്പുറത്തേക്ക് എത്തുകയാണെങ്കിൽ നല്ലതാണല്ലോ. മാത്രമല്ല ബസ്മല വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെയും പല ദർസുകളിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, പലരും കേട്ടവരായിരിക്കും. അതുകൊണ്ട് ഫായിദ കുറച്ചും കൂടി മറ്റുള്ളതിലായിരിക്കും എന്നതുകൊണ്ട് ഞാൻ നേരെ ആയത്തിലേക്ക് നടക്കുകയാണ്. അതില് അൽഹംദുലില്ലാഹ് അല്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഇത് പാരായണം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പാരായണം ചെയ്യുമ്പോൾ ഒരാളുടെ മനസ്സിൽ ആ പാരായണം ചെയ്യുന്ന സമയത്ത് അതിന്റെ മഅന വരേണ്ടത്? അൽഹംദുലില്ലാഹ്, ഹംദ് വന്നു. ഹംദ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ ഒരു ദർസിൽ നമ്മൾ പറഞ്ഞതുപോലെ അത് സന, അള്ളാഹുവിനെ പ്രകീർത്തിക്കലാണ്. ബിൽ ജമീൽ, അള്ളാഹുവിന്റെ നല്ല കാര്യങ്ങൾ, അവനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ, അവന് നല്ലതേ ഉള്ളൂ. അവന്റെ ആ നല്ല കാര്യങ്ങൾ അത് നമ്മൾ പറയണം. അത് പറഞ്ഞുകൊണ്ട് അള്ളാഹിനെ പ്രകീർത്തിക്കണം. അത് അള്ളാഹിന്റെ നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് 2 വിഷയത്തിലാണ് ഉണ്ടാവുക. ഒന്നാമത്തേത് അള്ളാഹിനെ കുറിച്ച് നമുക്ക് സനായ് നടത്താനുള്ള കാര്യം അള്ളാഹുവിന്റെ സിഫാത്തുൽ കമാൽ, അവന്റെ ഗുണവിശേഷങ്ങളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അവന്റെ ഗുണവിശേഷങ്ങളെല്ലാം തന്നെ പൂർണ്ണതയുടെ, പെർഫെക്ഷന്റെ, സമ്പൂർണതയുടെ ഗുണവിശേഷങ്ങളാണ്. അവന്റെ ആ ഗുണവിശേഷങ്ങൾ അത് മുൻനിർത്തിയിട്ടാണ് നമ്മൾ അള്ളാഹുവിന്റെ ഹംദ് പറയുന്നത്, അവനെ നമ്മൾ പ്രകീർത്തിക്കുന്നത്. രണ്ടാമത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് ചെയ്തു തരുന്ന ഇഫ്ളാൽ, അവന്റെ നിഅമത്തുകളാണ്. അവന്റെ നിഅമത്തുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായതുണ്ട്, പരോക്ഷമായതുണ്ട്. അവൻ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ, അത് പ്രത്യക്ഷവും പരോക്ഷവുമായ നിഅമത്തുകളെ കുറിച്ച് നമ്മൾ എത്ര ആലോചിച്ചാലും അറ്റം കാണാത്ത, അറ്റമില്ലാത്ത നിഅമത്തുകൾ നമുക്ക്. അസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറത്തൻ വ ബാത്തിന, അവന്റെ നിഅമത്ത് നിങ്ങളുടെ മേൽ അവൻ ഇങ്ങോട്ട് പൂർത്തീകരിച്ച്, പൂർണ്ണമാക്കി അതിലിങ്ങോട്ട് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. ആ നിഅമത്തുകൾ ളാഹിറത്താണ്, ബാത്തിനത്താണ്. അതിൽ ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറഞ്ഞാൽ ഉഖ്റവിയായിട്ട് പരലോകത്ത് നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ട കാര്യങ്ങൾ അവൻ ചെയ്തു തന്നു, നമുക്ക് ഹിദായത്ത് നൽകി എന്നതാണ്. അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദുനിയാവിലെ ചെറിയൊരു കാര്യം വരെ എന്തെല്ലാം കാര്യങ്ങൾ അത് നമ്മൾ വൈൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, അവൻ ചെയ്തു തന്നിട്ടുള്ള നിഅമത്ത് എണ്ണിയാൽ ഒടുങ്ങൂല. അള്ളാഹ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തിലെ ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? അള്ളാഹ് നമുക്ക് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് വമ്പിച്ച നിഅമത്ത് ചെയ്തിട്ടുണ്ട്. ആ നിഅമത്തിൽ ഏറ്റവും വലിയൊരു നിഅമത്ത് എടുത്തു പറയേണ്ട നിഅമത്ത് എന്താണെന്ന് ചോദിച്ചാൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു നബിയെ അവർക്ക് നിയോഗിച്ചയച്ചു കൊടുത്തു. എന്നിട്ട് ആ നബിക്ക് അള്ളാഹു ദിക്ർ ഇറക്കി കൊടുത്തു, ഖുർആൻ ഇറക്കി കൊടുത്തു. ആ നബി ആ ദിക്ർ അവരെ പാരായണം ചെയ്ത് കേൾപ്പിക്കുകയും അതിന്റെ വ്യാഖ്യാനം, വിശദീകരണം പഠിപ്പിച്ചു കൊടുക്കുകയും അതിന്റെ വെളിച്ചത്തിൽ അവരെ സംസ്കരിച്ച് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവന്റെ പൂർണ്ണതയുടെ സിഫാത്തുകൾ മുൻനിർത്തിയും അവൻ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും വലുത് തൊട്ട് ഏറ്റവും ചെറുത് വരെയുള്ള നിഅമത്തുകൾ നമുക്ക് എണ്ണിയൊടുക്കാൻ കഴിയാത്ത അസംഖ്യമായിട്ടുള്ള ആ നിഅമത്തുകളെയും മുൻനിർത്തിയിട്ട് അള്ളാഹുവിനെ നമ്മൾ പ്രകീർത്തിക്കുന്നു. അത് ആ പ്രകീർത്തനം അവന് അങ്ങേയറ്റത്തെ സ്നേഹത്തോടു കൂടിയാണ്, അവന്റെ അടുക്കലുള്ളതിലുള്ള അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടു കൂടിയാണ്, അവന്റെ അടുക്കൽ അവനെ കുറിച്ചുള്ള നമുക്കുള്ള വലിയ പേടിയോടുകൂടിയാണ്. ഈ പേടിയോടുകൂടി, സ്നേഹത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിനെ നമ്മൾ ഹംദ് ചെയ്യുന്നു, പ്രകീർത്തിക്കുന്നു. അവന്റെ ഈ പൂർണ്ണതയുടെ സിഫാത്തുകളെ മുൻനിർത്തിയും അവൻ ചെയ്തു തന്ന അളവറ്റ അപാരമായ അനുഗ്രഹങ്ങളെ മുൻനിർത്തിയും അൽഹംദുലില്ലാഹ്. എന്നിട്ട് അള്ളാഹു തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്തു? അവൻ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്ത്, ആ ഹംദ്, അതിനുള്ള ഒരു പ്രധാനമായി ഏതിനെ മുൻനിർത്തിയിട്ടാണ് എന്നതിന് എല്ലാ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ വലിയ വിശാലമായ അവന്റെ സിഫാത്തുൽ കമാൽ, അത് വിശാലമായ ഒരു ആശയപ്രപഞ്ചമാണ്. അവന്റെ നിഅമത്തുകൾ എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ ഒതുങ്ങാത്ത അസംഖ്യമായിട്ടുള്ള മറ്റൊരു പ്രപഞ്ചമാണ്. പക്ഷെ അതിൽ ഒരു കാര്യം പ്രത്യേകം ഇവിടെ അള്ളാഹു തൻവീഹ് ചെയ്തു, പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്താണത്?
അല്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അവന്റെ അബ്ദിനെ ഇറക്കി കൊടുത്തു. ഇവിടെ അബ്ദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അബ്ദിഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തന്റെ അബ്ദായ മുഹമ്മദ് നബിക്കാണ്. അള്ളാഹ് മുഹമ്മദ് നബിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, വലിയ ആദരവ് നൽകി എന്നൊക്കെ പറയുമ്പോൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വാക്ക് ഇതാണ്, അബ്ദ് എന്നാണ്. അള്ളാന്റെ അബ്ദ്, റസൂലുള്ളാന്റെ പദവിയിലെ ഏറ്റവും വലിയ പദവി ഇതാണ്, ഉബൂദിയ്യ ഖാസ്സ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉബൂദിയ്യത്ത്, അവന്റെ മുഴുവൻ സൃഷ്ടികളും അവന്റെ അബ്ദാണ്. എന്നാൽ അവന് വഴിപ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അത് ഉബൂദിയ്യ ഖാസ്സ. ആദ്യത്തേത് ആമ്മത്താണ്, അത് സാമാന്യമായ ഉബൂദിയ്യത്താണെങ്കിൽ. രണ്ടാമത്തേത് മുഅ്മിനീങ്ങളുടേത് അത് ഖാസ്സത്തായിട്ടുള്ള ഉബൂദിയ്യത്താണ്, സവിശേഷമായ ഉബൂദിയ്യത്താണ്. ആ മുഅ്മിനീങ്ങളിൽ തന്നെ മുഹമ്മദ് നബിയെ പോലെ അള്ളാഹ് പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുള്ള, അള്ളാഹുവിലേക്ക് അടുപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് അത് ഉബൂദിയ്യ അഖസ്. അതിന്റെ അർത്ഥം മുഹമ്മദ് നബിക്ക് അള്ളാന്റെ ഏറ്റവും നല്ല അടിമയാകാനുള്ള ഒരു പദവി കിട്ടിയിട്ടുണ്ട്. അത്രയും നല്ലൊരു പദവി വേറൊരാൾക്കും പലർക്കും കിട്ടിയിട്ടില്ല, വേറെ ആർക്കുമില്ല. അതുകൊണ്ട് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അബ്ദുൻ ലാ യുഅബദ് വനബിയുൻ ലാ യുകസ്സബ്. അള്ളാന്റെ അടിമയാണ്. ഉബൂദിയ്യത്തിൽ തന്നെ ആമല്ല, ഖാസ്സല്ല, അഖസ്സായ ഉബൂദിയ്യത്ത്, അള്ളാഹിനോട് അത്രയും അടുത്ത ഉബൂദിയ്യത്തുള്ള ആളാണ്. പക്ഷെ എത്രത്തോളം പോയാലും അത് ഉബൂദിയ്യത്താണ്, റുബൂബിയ്യത്തല്ല, ഉലൂഹിയ്യത്തല്ല. രക്ഷാധികർത്തൃത്വമില്ല, അല്ലെങ്കിൽ ആരാധനക്കുള്ള അവകാശമില്ല. അബ്ദ് ഉബൂദിയ്യത്ത് എന്നുള്ള പദവിയാണ് മുഹമ്മദ് നബിക്കുള്ളത്. പിന്നെ റസൂലാണ്, അതാണ് അഖസ്സായ ഉബൂദിയ്യത്ത്. അതുകൊണ്ട് ലാ യുകസ്സബ്, കളവാക്കാൻ പാടില്ലാത്ത ആ അബ്ദിനെ മുഹമ്മദ് നബിക്ക് അള്ളാഹ് ഇറക്കി കൊടുത്തു. അൽ കിതാബ്, കിതാബ് എന്ന് പറഞ്ഞാൽ വഹുവൽ മക്തൂബ്, ആലേഖനം ചെയ്യപ്പെട്ട. ഖുർആൻ എന്ന് പറഞ്ഞാൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് ലൗഹിലുണ്ടായിരുന്നതാണ്. ലൗഹിൽ അത് ആലേഖനം ചെയ്യപ്പെട്ട് കിടപ്പുള്ളതാണ്. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മുഹമ്മദ് നബിക്ക് കിട്ടിയതാണ്. മുഹമ്മദ് നബിക്ക് അത് കിട്ടിയപ്പോൾ രണ്ട് രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇവിടെ ഈ ഭൂലോകത്ത് നിലനിർത്തി. ഒന്ന് മക്തൂബ്, റസൂലുള്ളാഹി ഇറങ്ങിയ സമയം മുതൽ അത് പ്രത്യേകം കതബത്തുൽ വഹി രേഖപ്പെടുത്താനുള്ള, ആലേഖനം ചെയ്തു വെക്കാനുള്ള എഴുത്തുകാരെ കൊണ്ട് അത് എഴുതി ഏടുകളിൽ സൂക്ഷിപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ നല്ലവരായ ആളുകളുടെ മനസ്സിൽ, റസൂലുള്ളാഹിന്റെയും സഹാബത്തിന്റെയും മനസ്സിൽ അത് ഹൃദിസ്ഥമാക്കിയിട്ട് വെച്ചിട്ട് അത് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും ആക്കി കൊടുത്തു. രണ്ട് രൂപത്തിൽ. അതില് ആലേഖനം ചെയ്യപ്പെട്ട് കിടന്നിരുന്ന, ലൗഹിൽ ആലേഖനം ചെയ്യപ്പെട്ട് കിടപ്പുള്ള, ഇനി റസൂലുള്ളാഹിക്ക് ഇറക്കി കൊടുത്താൽ തന്നെയും അത് പിന്നീട് ആലേഖനം ചെയ്യപ്പെട്ട് അത് ഗ്രന്ഥരൂപത്തിൽ സൂക്ഷിക്കുന്ന ഈ ഗ്രന്ഥം അഥവാ വിശുദ്ധ ഖുർആൻ അല്ലാഹ് ഇറക്കി കൊടുത്തു. വലം യജ്അൽ ലഹു ഇവജൻ ഖയ്യിമ. ആ ഖുർആനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലം യജ്അൽ ലഹു ഇവജൻ, അതിന് ഒരു ഇവജും വെച്ചില്ല. ഇവിടെ ഖുർആനെ സംബന്ധിച്ച് രണ്ട് വിശേഷണം പറഞ്ഞു. ആ രണ്ട് വിശേഷണം കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ആ രണ്ട് വിശേഷണത്തെയും, ഒന്ന് ഇവജ് വെച്ചില്ല എന്നതും മറ്റൊന്ന് അതിനെ കയ്യമാക്കി എന്നുള്ളതും, ഇത് രണ്ടും കൂടി പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആനിനെ അള്ളാഹു അബസാക്കിയില്ല, അത് വ്യർത്ഥമോ നിരർത്ഥകമോ ആക്കിയിട്ടില്ല. അത് അർത്ഥപൂർണമാണ്, അത് സാർത്ഥകമായിട്ടുള്ളൊരു കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ അത് വ്യർത്ഥം, നിരർത്ഥകം എന്ന് പറയാവുന്ന ഒരു കാര്യം അതിലില്ല എന്നതാണ് ഇത് രണ്ടിന്റെയും ആകത്തുക. ലം യജ്അൽ ലഹു ഇവജന, അതിന് യാതൊരു വക്രതയും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടില്ല. ഖുർആൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മറിച്ച് അത് ഖയ്യിമൻ, അത് ഖയ്യിമാണ്, അത് നേരെ മുസ്തഖീമാണ്. ഈ പറഞ്ഞ രണ്ട് കാര്യത്തെയും ഒരുമിച്ചാണ് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഹദീസുകളിൽ വന്നിട്ടുള്ളത്, ഖുർആനിന്റെ ആയത്തുകളിൽ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. അതിന്റെ അത്തരം ഓരോ തെളിവുകൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകാൻ നിൽക്കുന്നില്ല. മറിച്ച് ആ കാര്യം മാത്രം, അതിന്റെ സാരാംശം മാത്രം പറയാം. ഖുർആനിലുള്ളത് ഒന്നുകിൽ അഖ്ബാർ അല്ലെങ്കിൽ അഹ്കാം, രണ്ടെണ്ണം ഉണ്ടാവുക. വിശുദ്ധ അള്ളാന്റെ ഖുർആനിൽ അള്ളാഹ് ഇറക്കിയത് ഒന്നുകിൽ
അഖ്ബാറാണ് അല്ലെങ്കിൽ അഹ്കാമാണ്. എന്താണ് അഖ്ബാർ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിട്ടുള്ള വൃത്താന്തങ്ങളാണ്. അത് കഴിഞ്ഞ കാലത്ത്, ഭൂതകാലത്ത് നടന്ന ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതോ അതിന്റെ മുമ്പുള്ളതോ, ആകാശലോകങ്ങളെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചതോ പഴയ കാര്യങ്ങളാകാം. അല്ലെങ്കിൽ ഇനി വരുന്ന കാലത്ത് വരാനുള്ളതാകാം. ലോകം അവസാനിച്ച് ഖിയാമത്ത് നാളും അതിന്റെ കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ ആകാം. അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് അടുത്ത് പഴയ ഒരു കുറച്ച് പഴക്കമുള്ള ചരിത്രങ്ങളാകാം. നൂഹ് നബി അയച്ചു, മൂസാ നബി അയച്ചു, ഇബ്രാഹിം നബി അയച്ചു, ഈസാ നബി അയച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളാകാം. ഇങ്ങനെ അള്ളാഹു കാലത്തിൽ പിന്നിലേക്കോ കാലത്തിൽ മുന്നിലേക്കോ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള വൃത്താന്തങ്ങൾ, ആ വൃത്താന്തങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിദ്ഖ് ലാ യഹ്തമിലുൽ കദിബ്, അത് സത്യം, പരമമായ സത്യം, അസത്യമാകാൻ ഒരു സാധ്യതയുമില്ലാത്ത കാര്യം. മാത്രമല്ല ആ വൃത്താന്തങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത എന്താണ്? അത് നമ്മുടെ മനസ്സിനെ അത് സംസ്കരിക്കും. മനുഷ്യന്റെ മനസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത് കേട്ടാൽ, നല്ലത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിങ്ങനെ നൈർമല്യ ഭാവം അതിന് വരും. അതിന്റെ ആ പാരുഷ്യവും അതിന്റെ കാഠിന്യവും അങ്ങനെ ഇല്ലാതെ പോകും. അങ്ങനെ നിർമ്മലമായ സംസ്കൃതമായ ഒരു മനസ്സാവാൻ അത് ഉപകരിക്കും. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാരുടെ ചരിത്രം, അതുപോലെ തന്നെ വേറെ പലതും അള്ളാഹു പറഞ്ഞു തന്നിട്ടുള്ള പഴയ കാലത്തോ അല്ലെങ്കിൽ വരാനിരിക്കുന്നതോ ആയ കാര്യങ്ങളെ സംബന്ധിച്ച് ഖിയാമത്ത് നാളിന്റെ അഹ്വാലുകളെയും കുറിച്ച് ഒക്കെയുള്ള വചനങ്ങൾ നമ്മളോട് പാരായണം ചെയ്യാൻ പറയുന്നത്. അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലുള്ള ആ കാലസ്, മനസ്സിൽ ഇങ്ങനെ കട്ടി കൂടി കിടക്കുന്ന ഈ കുറെ സംഗതികൾ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ അഴിഞ്ഞ് പോയി നിർമ്മലമായി അവസാനം ഒരായത്ത്, സ്ഥിരം ഖുർആൻ ഓതി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരായത്ത് ഓതുമ്പോ അഭിനയിച്ചു കാര്യമല്ല, അയാളുടെ മനസ്സിന് പൊട്ടി വരും, പൊട്ടേണ്ട അടുത്ത്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അഖ്ബാർ. പിന്നെ അതിലുള്ളത് അഹ്കാമുകളാണ്. അഹ്കാം എന്ന് പറഞ്ഞാൽ വിധികളാണ്. ഒന്നുകിൽ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത്, അല്ലെങ്കിൽ അത് ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് അനുവദനീയമാണ്, അല്ലെങ്കിൽ പിന്നെ ചെയ്യലാണ് ഏറ്റവും നല്ലത്, ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ചെയ്യരുത്, ചെയ്യാതിരിക്കലാണ് നല്ലത്, പക്ഷെ ചെയ്തു പോയാലും അതിന്റെ പേരിൽ പിടികൂടൂല എന്നുള്ള രൂപത്തിൽ ഇങ്ങനെയൊക്കെ അഹ്കാമുകളുണ്ട്. 4-5 രൂപത്തിലുള്ള അഹ്കാമുകളുണ്ട്. വാജിബ് ഉണ്ട്, മുസ്തഹബ് ഉണ്ട്, മുബാഹ് ഉണ്ട്, അതുപോലെ തന്നെ കറാഹത്ത് ഉണ്ട്, അതുപോലെ തന്നെ തഹരീം, മുഹറമായ കാര്യങ്ങളുണ്ട്. അത് ഓരോന്നിനും അതിന്റെ മഖാദിർ, അതിന്റെ ഖദർ അനുസരിച്ച്, അതിന്റെ തോതനുസരിച്ച് അള്ളാഹു അതിന്റെ വിധി വെച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ വിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദിലുൻ ഫി അഹ്കാമി, അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ എല്ലാ വിധികളും അത് ശരിക്ക് അപ്രോപ്രിയേറ്റ് ആണ്, അതിലാണ്. അതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുല്യത്തിന് തുല്യം എന്ന് വിചാരിക്കേണ്ട, അങ്ങനെ ആ വാക്കിന് അർത്ഥമല്ല, അത് വേറെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ്. അതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് എന്നാണ് പറയേണ്ടത്. ഓരോന്നിനും എന്താണോ ഒരു സംഗതി എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെക്കണം. അത് എത്ര ഇതിന് കൊടുക്കണോ അത്ര കൊടുക്കണം. അതിന് കൂടെ കുറെ ചെയ്യൂല. അപ്പൊ അള്ളാഹ് നമ്മളോട് വിധിച്ചിട്ടുള്ള ഏതൊരു വിധി നിങ്ങൾ എടുത്തു നോക്കിയാലും അതിൽ ഈ അദിൽ കാണും, അത് ശരിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയുള്ള ഹുക്കുമുകൾ നമ്മൾ ഇങ്ങനെ വായിച്ചാൽ നമുക്ക് സ്വാഭാവികമായും അള്ളാന്റെ അദിലിൽ നമ്മൾ തന്നെ സന്തുഷ്ടരാകും, അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കും, മനസ്സ് ക്ലിയർ ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അഖ്ബാറുകളിലും അഹ്കാമുകളിലും, അഖ്ബാറുകൾ തീർത്തും സത്യമാണ്, ഗുണപാഠമുണ്ടാക്കുന്നതാണ്, മനസ്സിനെ വിവേചനം നടത്തുന്നതാണ്, മനസ്സിനെ സംസ്കരിക്കുന്നതാണ്. അഹ്കാമുകൾ എന്ന് പറഞ്ഞാൽ തീർത്തും നീതിയുക്തം എന്ന് വേണമെങ്കിൽ ഒരു അർത്ഥത്തിൽ പറയാം, പ്രൊപ്പോർഷണലാണ്. എവിടെയെങ്കിലും ഒരു ഹലല്, ഒരു കുറവ്, ഒരു കൂടി, അങ്ങോട്ട് ആ സ്ഥാനം തെറ്റി, കൂടി കുറഞ്ഞു, ഇങ്ങനെ ഒന്നുമില്ല. വേണ്ടത് വേണ്ടയിടത്ത് വേണ്ട അളവിൽ കൃത്യമായിട്ട് പ്രൊപ്പോർഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ള, വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഹുക്കുമുകളാണ്. ഇതാണ് ഈ ഖുർആനിലുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ഖുർആൻ അത് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്കുള്ള മാർഗദർശനാണ്. ഈ ഖുർആൻ എന്ന് പറഞ്ഞ ചരിത്രത്തിന്റെ ഗതിയെ സ്വാധീനിച്ച ഗ്രന്ഥമാണ്. വേറെ ഗ്രന്ഥം നമുക്കതുപോലെ കാണാൻ പറ്റൂല. ഖുർആൻ അത് അനുയായികൾക്ക് മാത്രമല്ല പ്രതിയോഗികളുടെയും അത്ഭുതമാണ്. ആർക്കും അതിനെ ഒരിക്കലും വെല്ലുവിളിക്കാൻ കഴിയില്ല. അത് പഠിച്ച ഒരാൾക്ക്
അയാൾ ഖുർആന്റെ എതിരാളി, ഇസ്ലാമിന്റെ എതിരാളി, മുഹമ്മദ് നബിന്റെ എതിരാളിയാകാൻ പറ്റുമായിരിക്കും. പക്ഷെ ഖുർആൻ എന്ന് പറയുന്ന ആ കാര്യത്തിന്റെ, അതിലുള്ള ആ ആശയം, അതിലുള്ള ആ വിക്കറിനെ അതിനൊരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. അറബികളിലെ ഏറ്റവും വലിയ സാഹിത്യ സാമ്രാട്ടായിരുന്ന വലീദ് പോലും അതിന്റെ മുന്നിൽ തലകുലിക്കേണ്ടി വന്നു. വലീദ് പറഞ്ഞില്ലേ, വൈന്നഹൂലയൂല, അത് ഉയരും, അതിനെ കീഴ്പ്പെടുത്താൻ സാധിക്കൂല എന്ന് പറയേണ്ടി വന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കാൻ, അതിന്റെ അപ്പുറത്തേക്ക് നീങ്ങുന്നില്ല. അൽഹംദുലില്ലാഹ്, എല്ലാ മഹാമിദുകളും അള്ളാഹുവിനാണ്. ആ മഹാമിദുകൾ എന്തിനെ മുൻനിർത്തിയിട്ടാണ്? ബിസിഫാത്തിഹി, അള്ളാന്റെ സിഫാത്തുകൾ മുൻനിർത്തി. ആ സിഫാത്തുകളെല്ലാം കമാൽ, പെർഫെക്ഷൻ ഉള്ള സിഫാത്തുകളാണ്. വബിനിഅമിഹി, അവന്റെ നിഅമുകൾ മുൻനിർത്തിയിട്ടാണ് അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളിൽ ലാഹിറത്തുണ്ട്, ബാത്തിനത്തുണ്ട്, പ്രത്യക്ഷമുണ്ട്, പരോക്ഷമുണ്ട്. അങ്ങനെ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകളിലെ ഏറ്റവും വമ്പിച്ച അനുഗ്രഹം അള്ളാഹ് റസൂലിനെ ഇറക്കിത്തരികയും റസൂലിന് അള്ളാഹു ഗ്രന്ഥം ഇറക്കി കൊടുക്കുകയും ചെയ്തു. അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, അവന്റെ അബ്ദായ മുഹമ്മദ് നബിക്ക് കിതാബ് ഇറക്കി കൊടുത്തു. മുഹമ്മദ് എന്ന് പറയുന്ന ആ മഹാനായ വ്യക്തി എന്തൊക്കെയാണെങ്കിലും അബ്ദാണ്, ലാ യുഅബദ്, ഇബാദത്തിന് അർഹപ്പെട്ടവനല്ല, റുബൂബിയത്തിന് അർഹപ്പെട്ടവനല്ല, ഉബൂദിയത്തിന്റെ അങ്ങേ തലയാണ്. അഥവാ ഉബൂദിയത്ത് ആമ്മത്തുമല്ല, ഖാസ്സത്തുമല്ല, അതിനു മീതെയുള്ള ഉബൂദിയ അഖസ്, അതിവിശിഷ്ടമായ ഉബൂദിയത്തുള്ള ആ മഹാനായ മനുഷ്യൻ മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്തു അൽ കിതാബ്, കിതാബ്. ആ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ വായിക്കാവുന്നതും മനഃപ്പാടമാക്കാവുന്നതുമാണ്, എഴുതി സൂക്ഷിക്കാവുന്നതാണ്. അത് ലൗഹിൽ മഹ്ഫൂദിൽ ഉണ്ടായിരുന്നതാണ്. അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാന്റെ കൽപ്പന പ്രകാരം അള്ളാഹു അറിയിച്ചത് അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബിക്ക് കൊടുത്തതാണ്. 10-23 കൊല്ലകാലത്തിലിടക്ക് പലപ്പോഴായി പല സന്ദർഭങ്ങളിലായി ഇറങ്ങി കിട്ടിയിട്ടുള്ള കാര്യമാണ്. ലോകത്ത് അത് അതിന്റെ ആ വിശുദ്ധിയിൽ നിലനിൽക്കുന്ന മുഅ്ജിസത്തായി, ഇന്ന് അമ്പിയാക്കന്മാരെ മുഅ്ജിസത്തിനായി നിലനിൽക്കുന്ന ഏക സാധനം അതാണ്. ആ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ, ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത വലം യജ്അൽ ലഹു ഇവജ, അതിലൊരു ഇവജുമില്ല. അതിലെ അഖ്ബാറുകളിലോ അല്ലെങ്കിൽ അഹ്കാമുകളിലോ, അത് നമ്മുടെ മുന്നിൽ വിവരിക്കുന്ന വൃത്താന്തങ്ങളിലോ, അത് നമ്മുടെ മുന്നിൽ സമർപ്പിക്കുന്ന വിധിവിലക്കുകളിലോ യാതൊരു വക്രതയുമില്ല. പ്രൊപ്പോഷണലാണ്, സത്യസന്ധമാണ്, അത് ഖയ്യിമൻ, മുസ്തഖീമായിട്ടുള്ളതാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം നമുക്ക് പറയാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.